അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്. കടം വീടാൻ, നല്ല വീട് ലഭിക്കാൻ, ജോലി ശരിയാകാൻ, വിവാഹം, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. പക്ഷെ ചിലപ്പോൾ ചോദിക്കുന്നത് കിട്ടുന്നില്ലെന്ന് തോന്നും. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ദുആ കബൂലാകാൻ വേണ്ടി ചെയ്യേണ്ട പ്രത്യേക അമലിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളുമാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉറപ്പായും ഈ വീഡിയോ സഹായകമാകും ഇൻഷാ അല്ലാഹ്. അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് വുളു എടുത്ത് 2 റക്അത്ത് നഫ്ല് നമസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന 10 പ്രാവശ്യവും, രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യവും ഓതി നമസ്കരിക്കുക. നമസ്കാര ശേഷം, അതായത് സലാം ചൊല്ലിയതിനു ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 പ്രാവശ്യവും, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് 10 പ്രാവശ്യവും ഓതിയതിനു ശേഷം ആവശ്യം അല്ലാഹുവിനോട് പറയുക. അല്ലാഹു ആ ദുആ കബൂലാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഒരു ദിവസം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, ചിലത് ഒഴിവാക്കേണ്ടതും ചിലത് ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതും കൂടി ശ്രദ്ധിച്ചാൽ ഉറപ്പായും ഇൻഷാ അല്ലാഹ് പടച്ചോൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും, നമ്മുടെ ദുആ കബൂലാകും. നമസ്കാരം, പ്രത്യേകിച്ച് സുബ്ഹി. ദുആ കബൂലാകാനുള്ള അടിസ്ഥാനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. 5 നമസ്കാരവും സമയത്ത് ചെയ്യുക. സുബ്ഹി നമസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. സുബ്ഹിക്ക് ശേഷം ചെയ്യുന്ന ദുആകൾക്ക് പ്രത്യേകം ബർക്കത്തുണ്ട്. രണ്ടാമത്തത് ഹറാം വരുമാനം. ദുആ തടയുന്ന മതിലാണിത്. നമ്മുടെ ഭക്ഷണം, വരുമാനം, ജീവിതം ഹറാമാണെങ്കിൽ ദുആ കബൂലാകാൻ ബുദ്ധിമുട്ട് വരും. കഴിയുന്നത്ര ഹറാം കാര്യങ്ങൾ ഒഴിവാക്കുക. ചെറിയ ത്യാഗമാണ്, പക്ഷെ വലിയ ഫലം നൽകും. മൂന്നാമത്തത് ദുആ ചെയ്യുന്ന രീതി. ദുആ ചെയ്യുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അതിനുശേഷം നമ്മുടെ ആവശ്യം ചോദിക്കുക. ഹൃദയം തുറന്ന് സത്യസന്ധമായി ദുആ ചെയ്യുക. ദുആ അവസാനിക്കുമ്പോൾ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 3 വട്ടം സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ വേണം നമ്മുടെ ദുആ അവസാനിപ്പിക്കുവാൻ. നാലാമത്തെ കാര്യം തൗബയാണ്, നമ്മുടെ ദുആ തുറക്കുന്ന താക്കോൽ. നമ്മുടെ പാപങ്ങളാണ് പലപ്പോഴും ദുആ കബൂലാകാതെ പോകാനുള്ള കാരണം. ഒരു വാചകം മതി, യാ അല്ലാഹ്, എനിക്ക് അറിഞ്ഞും അറിയാതെയും സംഭവിച്ച പാപങ്ങൾ ക്ഷമിക്കണമേ. ഹൃദയത്തിൽ നിന്നുള്ള തൗബ നമ്മുടെ ജീവിതം തന്നെ മാറ്റും. അപ്പോൾ തൗബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. 5ാമത്തെ കാര്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ശത്രു. ഞാൻ ദുആ ചെയ്തു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ ദുആ 3 രീതിയിൽ കബൂലാകും. ഒന്ന്, നമ്മൾ ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ ആ കാര്യത്തേക്കാൾ നല്ലതായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ. ഈ രീതിയിലായിരിക്കും നമ്മുടെ ദുആ കബൂലാകുന്നത്. അല്ലാഹു ഒരിക്കലും നമ്മെ അവഗണിക്കുന്നില്ല. അവസാനമായി, ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും ശബ്ദം അലങ്കരിക്കേണ്ട, വാക്കുകൾ തിരയേണ്ട. നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക. അല്ലാഹു നമ്മുടെ ഭാഷ അറിയുന്നു, നമ്മുടെ കണ്ണുനീരും അറിയുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാൽ ദുആകളും കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.